ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ നമ്മൾ മുൻപ് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ആണ്. സോ അതിനൊരു ഷോർട്ട് കട്ട് വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഞാൻ അതിനൊരു ടേബിളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ എ4 ഷീറ്റിൽ തന്നെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സും നമുക്ക് ഇതാക്കും. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തേക്ക് ഇടാൻ ഒരു വീഡിയോൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ വീഡിയോസ് കാണാണ് ഇതിൻ്റെ PDF നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ആ വീഡിയോസ് കാണാത്തൊരു വീഡിയോസ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫയല് ജസ്റ്റ് നോക്കാം. ടേബിളായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ടേബിളാണ്. ആ ടേബിൾ തന്നെ അല്ല, അതായത് ഒരു 75 എബവ് പെർസെൻറ്റേജ് മെത്തേഡ്സിൻ്റെ പ്രോപ്പർട്ടീസും ആ ഒറ്റ ടേബിളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ടേബിൾ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് ചാടാം. സോ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾസ് ആണ് നമ്മൾ നോക്കിയേക്കുന്നത്. വേരിയബിൾസ് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ്. അപ്പോൾ എലമെൻസിനെ സ്റ്റോർ ചെയ്യിക്കാനുള്ള ബോക്സ്, അതുപോലെ എലമെൻസിനെ ഷിഫ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു ബോക്സ് ആണ് ഈ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോഴും വേരിയബിൾസിനെ മാറ്റാനും ഈ വേരിയബിൾസ് എന്താണെന്നുള്ളത് അറിയാനും അതിനെ മോഡിഫൈ ചെയ്യിക്കാനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് പഠിച്ചത്. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിനെ നമ്മൾ മിക്സ് ചെയ്ത് വേറൊരു പുതിയ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, പിന്നെ അതുപോലെ മോഡുലാർ, പിന്നെ ഡിവിസിബിൾ. ഇതിലിപ്പോൾ ഞാൻ രണ്ട് കോഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അടിയിലുള്ളത് കുറച്ച് എക്സ്പ്ലെയിൻ കൂടുതലായിട്ട് വേണ്ട സംഗതികളാണ്. അതായത് മോഡുലാർ, പിന്നെ അതുപോലെ പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പ്രീ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിലേക്ക് നമുക്ക് ചെയ്യാം. അധികം വലിയ ലെങ്ത് ഒന്നും വരാത്ത വീഡിയോസ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുന്ന വീഡിയോസ് ആയിരിക്കും ഇത്. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഇപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ ഇക്വാലിറ്റി ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ ബിറ്റ് വൈസ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് നിലവിൽ. സോ ഇപ്പോൾ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിലുള്ള നമ്മൾ നമുക്ക് അറിയായിരിക്കും, ഞാൻ എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ബോർഡ് മാസ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള തിയറി നമുക്ക് നിലവിലുണ്ട് ഓൾറെഡി. സോ അതറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് മാസ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ്സ് വരുന്നിടത്ത് ബ്രാക്കറ്റ്സ് ആദ്യം അലോട്ട് ചെയ്യും. അതായത് ബോർഡ് മാസ്, അതായത് BODMAS റൂൾ എന്നാണ് പറയുക, ബോർഡ് മാസ് റൂൾ. ഓക്കെ, സോ ബ്രാക്കറ്റ്സ് ഫസ്റ്റ്, ഓർഡേഴ്സ്, ഡിവിഷൻ, അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, അതായത് ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അതുപോലെ അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. ഇതാണ് ഈ ബോർഡ് മാസ് തിയറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇതിപ്പോൾ തലപ്പൊക്കാൻ മാത്രമൊന്നുമില്ല, കേൾക്കുമ്പോൾ വലിയ തലവേദനയൊക്കെ ഉണ്ടായിട്ടുള്ള പോലെ തോന്നുമെങ്കിലും ഇതൊരു ജസ്റ്റ് ഓർഡറിൽ ഇപ്പോൾ ബ്രാക്കറ്റ്സ് ഉള്ള എലമെൻറ്റ്സ് നമ്മൾ ആദ്യം ഇത് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കോഡ് ഞാൻ ഇട്ടുതരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു റൂള് ഫോളോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം തെറ്റായിരിക്കും. ഓക്കെ, നമ്മൾ ചെയ്തിരുന്ന ഉത്തരം തെറ്റ് ചെയ്യണ്ടല്ലോ. സോ ഈ ഒരു ഉദാഹരണം നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ബ്രാക്കറ്റ്സ് ആണ് ഫസ്റ്റ്. അപ്പോൾ ബ്രാക്കറ്റ്സിനുള്ളിലുള്ള എലമെൻറ്റ്സിനായിരിക്കും നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ 2 + 3 എത്രയാണ്? 5. സോ അതിനായിരിക്കും. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ആ ഒരു വാല്യൂസ് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 × 4 എന്താണ്? 20. സോ ഇങ്ങനെയാണ് ബോർഡ് മാസ് തിയറി വർക്ക് ചെയ്യുക. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഭാവിയിൽ വരുന്ന വീഡിയോസിലേക്ക് നമ്മൾ ഓരോന്ന് ചെയ്യും. ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും. പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇതിൽ നമ്മൾ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് വീഡിയോ വളരെ സിമ്പിൾ വീഡിയോയാണ്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ നിങ്ങൾ എടുത്താൽ മതി. സോ A+B നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 10 + 11 എത്രയാണ്? 12. സോ ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഇത് കണ്ടില്ലേ, 21 കിട്ടും. സോറി, 10 + 11 12 അല്ല, 10 + 1 ആണ് 12, 10 + 11 21 ആണ് കേട്ടോ. എനിക്ക് തെറ്റി പറ്റിയാണ്. സോ ഇതാണ് നമ്മുടെ ബോർഡ് മാസ് തിയറി എന്ന് പറയുന്നത്. സോറി, ബോർഡ് മാസ് അല്ല, അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അഡീഷൻ ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് അല്ലെങ്കിൽ വേണ്ട, ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതാം.
എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം എളുപ്പത്തിന്. സോ എ പ്ലസ് ബി, എ മൈനസ് ബി, പിന്നെ അതുപോലെ എ ഡിവൈഡഡ് ബൈ ബി, പിന്നെ അതുപോലെ ഡിവിഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ട്. ഡിവിഷൻ ചെയ്യുമ്പോൾ അത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ട് വിവരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്തായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അതായത് 21 നമുക്ക് കിട്ടി, എ പ്ലസ് ബി, രണ്ടാമത്തെ എ മൈനസ് ബി -1, പിന്നെ അതുപോലെ ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 11 നമ്മൾ നോക്കുമ്പോൾ 0.9 അത്രയും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീജർ ബി എന്ന് പറയുമ്പോഴാണ്, ഇതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അതായത് ഇൻറ്റീജറിന് മുകളിലേക്കുള്ളത്, അതായത് ഡബിൾ വാല്യൂസ് നമുക്ക് കിട്ടാമെന്ന് വിചാരിക്കാം ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്, അതായത് ഒരു സംഗതിയാണ് ഇത്. അതായത് ഡിവൈഡ് റിട്ടേൺ ബൈ ഇൻറ്റീജർ റിസൾട്ട് എന്നാണ് ഈ സാധനത്തിന് പറയാം. ഓക്കെ, അങ്ങനെ എക്സാക്റ്റ് ഒരു നെയിം എന്ന് പറഞ്ഞിട്ടില്ല, ഇൻറ്റീജർ ആക്കാനുള്ള ഒരു ഡിവിഷൻ. ഓക്കെ, ഔട്ട്പുട്ട് ഇൻറ്റീജർ വരുന്ന ഒരു ഡിവിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിത് ഫീഡ് ചെയ്യിക്കണമെങ്കിൽ ഫീഡ് ചെയ്യിക്കാം. അതായത് ഇപ്പോൾ ഇൻറ്റ് സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സമ്മിനെ പ്രിൻറ്റ് ചെയ്യിക്കണമെങ്കിൽ വെച്ചാൽ സമ്മിനെ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഒന്ന് കമാൻഡ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടി 21. സോ ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പറയാനുള്ള മോഡുലാർ നമുക്കൊരു വലിയ കഥ തന്നെ പറയാനുണ്ട്, ഒരു പിസയുടെ കഥ പറയാനുണ്ട്. എന്നാൽ നമുക്ക് മോഡുലാർ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മോഡുലാർ നമുക്ക് എക്സ്പ്ലെയിൻ. പിന്നെ അതുപോലെ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും, അപ്പോൾ ഇതും നമുക്ക് പഠിക്കാം. അതുപോലെ ഇത് രണ്ടും കുറച്ച് എമർജൻസി, കാരണം പോസ്റ്റ് ഇൻക്രിമെൻറ്റ് പ്രീ ഇൻക്രിമെൻറ്റ് കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മോഡുലാർ എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങനെ, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്ന സംഗതിയാണ് ഈ മോഡുലാർ. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവാത്തൊരു സിനാരിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കിത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കിത് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.